കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന ആക്രമണത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ സമരം 3ാം ദിവസത്തിലേക്ക്. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് സമരത്തിന്റെ ഭാഗമാകുന്നത്. ജനവാസ മേഖലകളിൽ നിന്ന് കാട്ടാനകളെ തുരത്തുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറയൂരിലെ കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സർവകക്ഷി ജനകീയ സമരം 2ാം ദിവസത്തിലേക്ക്. 3 മാസമായി ജനവാസ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെയും അതിവേഗത്തിൽ സഞ്ചരിക്കുകയും ആക്രമണകാരിയുമായ മോഴയാനയെയും ഭയന്നാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മോഴയാന പാമ്പൻപാറ സ്വദേശി തോമസിനെ ആക്രമിച്ചിരുന്നു. ഗുരുതര പരിക്കുകളോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തോമസിന്റെ അപകടനില തരണം ചെയ്തിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ടി. തങ്കച്ചന്റെ നേതൃത്വത്തിൽ സർവകക്ഷി ജനകീയ സമിതി രാപ്പകൽ സമരം ഇതോടെ ആരംഭിച്ചു. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് സമരത്തിന്റെ ഭാഗമായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ, CPIM ജില്ലാ കമ്മിറ്റി അംഗം വി. സിജിമോൻ, മറയൂർ ഏരിയ സെക്രട്ടറി AS ശ്രീനിവാസൻ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം ഇളങ്കോ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബിജു പൗലോസ്, BJP കാന്തല്ലൂർ പ്രസിഡന്റ് രമേശ് കണ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി KSM ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മറയൂർ.